ഹലോ ഫ്രണ്ട്സ്, PSC ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2019 PSC പരീക്ഷകളിൽ മികച്ച വിജയം ഉറപ്പിക്കുന്നതിനായി ആദ്യത്തെ റാങ്കിലെത്താൻ ആഗ്രഹിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക, ആവേശത്തോടെ പഠിക്കുക, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ഉറപ്പായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് ഞങ്ങളുടെ ശക്തി. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന പ്യൂൺ അറ്റൻഡർ പരീക്ഷയ്ക്കും LDC ഖാദി ബോർഡ് പരീക്ഷയ്ക്കും ആവശ്യമായ മുൻവർഷ ചോദ്യപേപ്പറിലൂടെയുള്ള 10ാം ഭാഗമാണ്. നമ്മൾക്ക് തുടങ്ങാം. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്ര? 10 കിലോഗ്രാം. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരമാണ് 10 കിലോഗ്രാം. 6ൽ 1. ശുദ്ധമായ പാലിന്റെ pH മൂല്യം എത്രയാണ്? 6.5. ശുദ്ധമായ പാലിന്റെ pH മൂല്യം 6.5 അല്ലെങ്കിൽ 6.6. കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏത്? പീതബിന്ദു. കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗമാണ് പീതബിന്ദു. അപൂർവ ഇനത്തിൽപ്പെട്ട ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം എവിടെയാണ്? കാസിരംഗ. അപൂർവ ഇനത്തിൽപ്പെട്ട ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം കാസിരംഗ. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരം. പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരം. കാപ്രേക്കർ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്ന സംഖ്യ? 6174. ഡോക്ടർ കാപ്രേക്കർ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്ന സംഖ്യയാണ് 6174. എന്നാൽ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. രാമാനുജൻ സംഖ്യയാണ് 1729. 2017 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആര്? പശ്ചിമ ബംഗാൾ. 2017 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. എന്നാൽ 2018 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കേരളം. 2018 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കേരളം. ഭൗമശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ 8ാമത്തെ വൻകര ഏത്? സീലാൻഡിയ. ഭൗമശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ 8ാമത്തെ വൻകരയാണ് സീലാൻഡിയ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോൺ IIT ഖരഗ്പൂർ വികസിപ്പിച്ചു. അതിന്റെ പേരെന്ത്? ഭീം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ പവർ ഡ്രോൺ IIT ഖരഗ്പൂർ വികസിപ്പിച്ചു. അതിന്റെ പേരാണ് ഭീം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത ജില്ല? മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത ജില്ലയാണ് മലപ്പുറം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സുസ്ഥിര ടൂറിസം വികസന വർഷം 2017. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സുസ്ഥിര ടൂറിസം വികസന വർഷമായി ആചരിച്ചത് 2017. 14ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി? ജോൺ ഫെർണാണ്ടസ്. 14ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ജോൺ ഫെർണാണ്ടസ്. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതി
മിത്ര 181. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് മിത്ര 181. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ സംഗീതജ്ഞൻ ബോബ് ഡിലൻ. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ സംഗീതജ്ഞനാണ് ബോബ് ഡിലൻ. ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷ സംസ്കൃതം. ചരിത്രത്തിൽ ആദ്യമായി UN ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷയാണ് സംസ്കൃതം. 2016 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ. 2017 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. 2018 ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഭുവനേശ്വർ. 2018 ഹോക്കി ലോകകപ്പിന്റെ വേദിയാണ് ഭുവനേശ്വർ. 2018 ഹോക്കി ലോകകപ്പിലെ ജേതാക്കൾ ബെൽജിയം. റണ്ണറപ്പ് നെതർലാൻഡ്. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തന്റെ കഴിവ് പ്രകടിപ്പിച്ചത്. ആരാണ് അദ്ദേഹം? സത്യജിത് റേ. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തന്റെ കഴിവ് പ്രകടിപ്പിച്ചത്. ആരാണ് അദ്ദേഹം? സത്യജിത് റേ. 1954 ലോകത്ത് ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. 1954 ലോകത്ത് ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യമാണ് ഫ്രാൻസ്. 2016 മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കാംബോജി എന്ന സിനിമയിലെ നടവാതിൽ തുറന്നില്ല എന്ന ഗാനത്തിന്റെ രചയിതാവിനാണ്. ആരാണ് ഈ രചയിതാവ്? ONV കുറുപ്പ്. 2017 48ാമത് മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. ക്ലിന്റ് എന്ന ചിത്രത്തിലെ ഓളത്തിൻ മേളത്താൽ എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹത്തിന് 2017 മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഉദ്ഘാടന ഫലകങ്ങളിൽ VIP-കളുടെ പേര് വയ്ക്കുന്നത് നിരോധിച്ച സംസ്ഥാനം പഞ്ചാബ്. ഉദ്ഘാടന ഫലകങ്ങളിൽ VIP-കളുടെ പേര് വയ്ക്കുന്നത് നിരോധിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച സംസ്ഥാനം സിക്കിം. സർക്കാർ പരിപാടികളിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ച സംസ്ഥാനമാണ് സിക്കിം. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് മനസ്സിനി. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്സിനി. ഐക്യരാഷ്ട്ര സംഘടന ഏത് സംഗീതജ്ഞയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് ഇറക്കിയത്? MS സുബലക്ഷ്മി. ഐക്യരാഷ്ട്ര സംഘടന ഏത് സംഗീതജ്ഞയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സ്മരണിക സ്റ്റാമ്പ് ഇറക്കിയത്? MS സുബലക്ഷ്മി. 1967 കേരള ലോട്ടറി ആരംഭിച്ച കാലത്തെ ലോട്ടറി ടിക്കറ്റിന്റെ വില എത്രയായിരുന്നു? 1 രൂപ. 1967 കേരള ലോട്ടറി ആരംഭിച്ച കാലത്ത് ലോട്ടറി ടിക്കറ്റിന്റെ വില എത്രയായിരുന്നു? 1 രൂപ. 5 വളയങ്ങൾ ആലേഖനം ചെയ്ത ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ത്? വെള്ള. 5 വളയങ്ങൾ ആലേഖനം ചെയ്ത ഒളിമ്പിക്സ് പതാകയുടെ നിറമാണ് വെള്ള. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി.
ജൂതമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? അമേരിക്ക. ജൂതമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസ പ്രകടനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൂര്യകിരൺ. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസ പ്രകടനം അറിയപ്പെടുന്നത് സൂര്യകിരൺ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരം ഏതായിരുന്നു? ചമ്പാരൻ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന സമരമാണ് ചമ്പാരൻ സമരം. 1973 PJ ആന്റണിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏത്? നിർമാല്യം. 1973 PJ ആന്റണിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് നിർമാല്യം. ഗുൽന കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ സർവീസ് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്, ഇന്ത്യ. ഗുൽന കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ സർവീസ് ഏത് രാജ്യങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്, ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസ്. അമ്പുകുത്തി മലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട്. അമ്പുകുത്തി മലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട്. ചരക്ക് സേവന നികുതി GST, ചരക്ക് സേവന നികുതി സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത് എപ്പോൾ? 2017 ജൂലൈ 1. GST സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത് എപ്പോഴാണ്? 2017 ജൂലൈ 1. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2012. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012. കാലാവസ്ഥ പഠനത്തിനും എയർക്രാഫ്റ്റ് രൂപകൽപ്പനയ്ക്കും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ? സൂപ്പർ കമ്പ്യൂട്ടർ. കാലാവസ്ഥ പഠനത്തിനും എയർക്രാഫ്റ്റ് രൂപകൽപ്പനയ്ക്കും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ശരാശരി ഉയരം 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടി. ആനമുടിയുടെ ശരാശരി ഉയരമാണ് 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടി. ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി? പമ്പ. ദക്ഷിണ ഭാഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് പമ്പ. ഓർത്തു വെക്കാം, ദക്ഷിണ ഭാഗീരഥി പമ്പ എന്നൊരു അയ്യപ്പന്റെ യേശുദാസ് പാടിയ ഒരു ഗാനമുണ്ട്. ആ ഗാനത്തെ ഓർത്തു വെക്കുക. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം? അമാവാസി. സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം അമാവാസി. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം? ശുക്രൻ. രാത്രിയിൽ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ. ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്ര മനുഷ്യൻ? ലൂണോ ഗോഡ്. ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യത്തെ യന്ത്ര മനുഷ്യനാണ് ലൂണോ ഗോഡ്. കോൺഗ്രസിന്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് ആര്? കൈസൻ പ്രഭു.
കോൺഗ്രസിന്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചത് കൈസൻ പ്രഭുവാണ്. ദൈവഭൂമിയുടെ സംരക്ഷകൻ ഇൽത്തുമിഷ്. ദൈവഭൂമിയുടെ സംരക്ഷകനാണ് ഇൽത്തുമിഷ്. ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുതലിബായ്. ഗാന്ധിജിയുടെ അമ്മയുടെ പേരാണ് പുതലിബായ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ എൽബിയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ എൽബിയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അറിയപ്പെടുന്നത് പിണ്ടിരി യുദ്ധം. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അറിയപ്പെടുന്നത് പിണ്ടിരി യുദ്ധം. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം 1921. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് 1921. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി BP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളിയാണ് BP മേനോൻ. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്ത ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിന് ആയിരുന്നു? ഭൗതിക ശാസ്ത്രം. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഭൗതിക ശാസ്ത്രം എന്ന വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിന് ആയിരുന്നു. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യ. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായി. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായി. ഇന്ത്യ വിദേശ നയത്തിന്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ചൈന. ഇന്ത്യ വിദേശ നയത്തിന്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ചൈന. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷമാണ് 1809 ജനുവരി 11. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ ആര്? VR കൃഷ്ണനെഴുത്തച്ഛൻ. ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകനാണ് VR കൃഷ്ണനെഴുത്തച്ഛൻ. മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര്? ഡോക്ടർ അനിൽ വള്ളത്തോൾ. മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് ഡോക്ടർ അനിൽ വള്ളത്തോൾ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? രാജസ്ഥാൻ.
2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? രാജസ്ഥാൻ. ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ്. ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക്മോഹൻ ലൈൻ. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക്മോഹൻ ലൈൻ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറൻഡ് ലൈൻ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറൻഡ് ലൈൻ. ലോകത്തെ എത്ര സമയ മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? 24. ലോകത്തെ എത്ര സമയ മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 24. പ്രാദേശികവാദമല്ലാത്തതേത്? കരക്കാറ്റ്. പ്രാദേശികവാദമല്ലാത്തത് കരക്കാറ്റ്. ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം ഏത്? മഞ്ഞ. ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്ന നിറമാണ് മഞ്ഞ. മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം? ചെറുകിട വായ്പ നൽകൽ. മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യമാണ് ചെറുകിട വായ്പ നൽകൽ. പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? കന്നഡ. പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? കന്നഡ. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപമേത്? കൂൺശില. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപമാണ് കൂൺശില. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടൽ? അറബിക്കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടലാണ് അറബിക്കടൽ. സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരം ഏത്? അലിഗഡ്. സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരമാണ് അലിഗഡ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി? സൈമൺ ബൊളീവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് സൈമൺ ബൊളീവർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യമേത്? ഫ്രാൻസ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യമാണ് ഫ്രാൻസ്. നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാര്? രാജ്നാഥ് സിംഗ്. നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. 2019 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം? ഇംഗ്ലണ്ട്. 2019 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? APJ അബ്ദുൽ കലാം.
മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്? APJ അബ്ദുൽ കലാം. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയ ധീര ദേശാഭിമാനി? പാലിയത്തച്ഛൻ. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനിയാണ് പാലിയത്തച്ഛൻ. കൊച്ചി അച്ച എന്ന് ഓർത്തു വെക്കുക. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനന്തവാടി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. ഓർത്തു വയ്ക്കാം, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനത്ത് നോക്കിയിട്ടാണ്. ഓക്കെ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? 1929. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏതു രാജ്യക്കാരനായിരുന്നു? അയർലൻഡ്. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ അയർലൻഡുകാരനാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ശ്രീ നാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ഇങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീ നാരായണ ഗുരു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏതു ജില്ലയിലാണ്? കോഴിക്കോട്. ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? ലൈഫ്. ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ്. 2017 വള്ളത്തോൾ പുരസ്കാരം നേടിയതാര്? പ്രഭാവർമ്മ. 2017 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ. 2018 വള്ളത്തോൾ പുരസ്കാരം നേടിയത് M മുകുന്ദൻ. 2018 വള്ളത്തോൾ പുരസ്കാരം നേടിയത് M മുകുന്ദൻ. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? 324. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിളാണ് 324. കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ ആര്? പാലാട്ട് മോഹൻദാസ്. കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. ഓഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഓപ്പറേഷൻ സിനർജി. ഓഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിനർജി എന്ന പേരിലാണ്. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? 1098. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 12ാം തവണയും കിരീടം നേടിയ ജില്ല ഏത്? കോഴിക്കോട്. 2018 ആലപ്പുഴയിൽ ഈ അടുത്തുക നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല പാലക്കാട്. 2018 ആലപ്പുഴയിൽ നടന്ന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല പാലക്കാട്. 2019 സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ല കാസർഗോഡ്. 2019 സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ജപ്പാന്റെ കറൻസി അറിയപ്പെടുന്നത് ഏതു പേരിൽ? യെൻ. ജപ്പാന്റെ കറൻസി അറിയപ്പെടുന്നത് യെൻ എന്ന പേരിലാണ്. താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തതേത്? അഹമ്മദാബാദ്. താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് അഹമ്മദാബാദ്.
ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? തൂത്തുക്കുടി. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് തൂത്തുക്കുടി. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പക്ഷി. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ പക്ഷിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം തലച്ചോർ. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് തലച്ചോർ. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കര ഇനമാണ്? കുരുമുളക്. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കര ഇനമാണ്? കുരുമുളക്. 2017 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത്? ഇന്ദ്രൻസ്. 2017 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഇന്ദ്രൻസ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏത്? ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ബുധൻ. സുബു ഒന്ന് ഓർത്തു വെക്കുക. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? വിറ്റാമിൻ എ. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? വിറ്റാമിൻ എ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിന്റെ 100ാം വാർഷികമാണ് 2017 ആഘോഷിച്ചത്? ചമ്പാരൻ സത്യാഗ്രഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിന്റെ 100ാം വാർഷികമാണ് 2017 ആഘോഷിച്ചത്? ചമ്പാരൻ സത്യാഗ്രഹം. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അരിസ്റ്റോട്ടിൽ. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആര്? പി ശ്രീരാമകൃഷ്ണൻ. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത്? സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമാണ് സമത്വ സമാജം. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാര്? ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിന് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വിജയിച്ചവരുടെ പാത പിന്തുടരൂ. നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ. All the best. Thank you.